സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധനവരവുമായി ബന്ധപ്പെട്ട്, ലക്ഷ്മി കടാക്ഷവുമായി ബന്ധപ്പെട്ട് കേവലം കടുക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ്. ഇതിനോടകം തന്നെ കടുകിൽ നാണയം നിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു താന്ത്രിക കർമ്മത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, ആ ഒരു കർമ്മം ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് പല പല പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പലരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കടുക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനും ഈ ഒരു കർമ്മം നമ്മെ സഹായിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും രാത്രിയും പകലും അധ്വാനിച്ചിട്ടും നമ്മുടെ കൈകളിലേക്ക് വരുന്ന ആ ഒരു ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കാത്തൊരവസ്ഥ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു വരുമാന മാർഗം നമ്മെ തേടി എത്തുന്നില്ല. ലോണുകളും കടബാധ്യതകളും ഇങ്ങനെ വിടാതെ നമ്മളെ പിന്തുടരുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ ഈ ദോഷങ്ങൾക്ക് കാരണം വാസ്തുദോഷങ്ങളായിരിക്കാം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് വാസ്തു ചില സ്വാധീനം ചെലുത്താറുണ്ട്. വാസ്തുദോഷങ്ങളുടെ ഫലമായിട്ട് ഈ വിധം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വ്യക്തി അനുഭവിക്കുവാൻ സാധ്യത കൂടുതലാണ്. വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിൽ എന്തുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല്, വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിൽ ഭഗവതി മഹാലക്ഷ്മി കടക്കുകയില്ല. അത്തരം ഗൃഹങ്ങളിൽ പലപ്പോഴും മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ വാസ്തുദോഷത്തെ പരിഹരിക്കുന്നതിന് ലളിതമായിട്ട് ചെയ്യാൻ പല കർമ്മ പദ്ധതികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ അടുക്കളയിൽ സാധാരണ കാണുന്ന ഒരു വസ്തുവാണ് കടുക് എന്ന് പറയുന്നത്. കടുകിന് നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനും ദുർശക്തികളെ നിർവീര്യമാക്കുവാനും ഉള്ളൊരു കഴിവുണ്ട്. കണ്ണേറ് നാക്കേറ് ദോഷങ്ങൾക്ക് പ്രതിവിധിയായിട്ട് പലപ്പോഴും നമ്മൾ കടുകൊക്കെ ഒഴിഞ്ഞ് അടുപ്പിലിടുന്ന, അല്ലെങ്കിൽ കടുകൊക്കെ കത്തിച്ച് കളയുന്നതായ കർമ്മങ്ങൾ സർവ്വസാധാരണമായിട്ട് സുപരിചിതമാണ് പലർക്കും. ഇത്തരത്തിൽ വാസ്തുദോഷപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുകച്ചു ചാടിക്കുന്നതിന്, ആ വാസ്തുദോഷത്തിന്റെ ഫലമായി നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജിയെ നശിപ്പിച്ചു കളയുന്നതിന് ഈ കടുക് കൊണ്ടുള്ള കർമ്മത്തിന് സഹായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല വിധത്തിലുള്ള സാമ്പത്തിക തടസ്സവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക, വരുമാന മാർഗങ്ങൾ അടഞ്ഞിരിക്കുക, ഇവയൊക്കെ പരിഹരിക്കുവാൻ കടുക് കൊണ്ടുള്ള ഈ ഒരു കർമ്മത്തിന് സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളെ വലയ്ക്കുന്നുണ്ട്, നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ വിളക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു പാത്രത്തില് ഒരല്പം ജലം എടുക്കുക. ആ ജലം തുളസിക്കതിര്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലെ മറ്റ് വിശേഷപ്പെട്ട പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞിട്ടുള്ളത്, പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ആ വിളക്കിന് മുന്നിൽ സമർപ്പിക്കാം. ഈ ഒരു കർമ്മം നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വേണം ചെയ്യുവാൻ. അന്നാണ് ആ ഒരു ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ഗൃഹങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ തന്നെ സാധ്യമാകുന്നത്. അന്നേ ദിവസം വേണം നമ്മൾ ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾ ചെയ്യുവാൻ. അങ്ങനെയുള്ളപ്പോഴാണ് അതിന്റെ ആ ഒരു ഫലം കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ജലം തീർത്ഥമായി സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തൂത്ത് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഈ ജലം കുടയുക. ഇത്തരത്തിൽ കുടയുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിന് ആദ്യം ഒരു പരിശുദ്ധി കൈവരും എന്നുള്ളതാണ് സങ്കല്പം. അതിനുശേഷം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് 1-2 വസ്തുക്കൾ കടുകിനെ കൂടാണ്ട് ആവശ്യമാണ്. അതിലൊന്ന് മഞ്ഞ നിറത്തോടു കൂടിയ അല്പം തുണിയാണ്. ഈ മഞ്ഞ, പച്ച, വെള്ള നിറങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന നിറങ്ങളാണ്. അപ്പൊ അതിൽ ഈ ഒരു മഞ്ഞ നിറത്തോടു കൂടിയിട്ടുള്ള ആ ഒരു തുണിയില് ഒരു പിടി കടുകും 3-4 കഷ്ണം പച്ച കർപ്പൂരവും ചേർത്ത് നിങ്ങൾ കിഴി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന മുൻവശം ഉണ്ടല്ലോ, ആ ഒരു പ്രധാന വാതിലിനോട് ചേർന്ന് വരുന്ന ആ ഒരു മുൻഭാഗം, നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുൻഭാഗത്ത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്ത് ഇതിനെ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ കെട്ടിത്തൂക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പ്രധാന ഗേറ്റ് ഉണ്ട് എങ്കിൽ ആ ഒരു ഗേറ്റിലും മറ്റാരും കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിനെ മറച്ച് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മറ്റാരെങ്കിലും കണ്ടു എന്നുള്ളത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ അത്തരത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും പലരും അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്കിത് പലപ്പോഴും പറയേണ്ടി വരും. ചിലരെങ്കിലും നമ്മളെ പരിഹസിക്കുവാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിനോട് ചേർന്നോ അല്ലെങ്കിൽ ഗൃഹത്തിന്റെ ആ ഒരു പൂമുഖം വരുന്ന എവിടെയും നിങ്ങൾക്കിത് മറച്ചു വെക്കാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ആ ഒരു സമ്പത്തിന്റെ ദേവിയായ മഹാലക്ഷ്മി നമ്മിൽ സംപ്രീതയാകുമെന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു സമ്പത്തിന്റെ വരവിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി ഏതായിരുന്നാലും അത് നമ്മുടെ ഗൃഹം വിട്ട് ഓടിപ്പോകും എന്നുള്ളതാണ്. ആ ഒരു എനർജി, ആ ഒരു നെഗറ്റീവ് എനർജി ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു കർമ്മം താണ്ടി ഗൃഹത്തിനുള്ളിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാസ്തുദോഷങ്ങൾ, അത് നിർമ്മിതിയിലുള്ള ഒരു ദോഷമാണെങ്കിൽ പോലും അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു ദോഷം, ആ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ അവിടെ അതിന്റെ ആ ഒരു ശക്തി ക്ഷയിക്കും. തന്നിമിത്തം ലക്ഷ്മി കടാക്ഷം ധാരാളം നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവന്നു ചേരും. നമ്മുടെ ജീവിതത്തിൽ അതുവരെ അടഞ്ഞു കിടന്ന സാമ്പത്തികമായിട്ടുള്ള വാതിലുകളൊക്കെ തന്നെ, സമ്പത്തിന്റെ വാതിലുകളൊക്കെ തന്നെ തുറന്നു കിട്ടും. നാനാ വഴിയിലൂടെ നമ്മുടെ കൈകളിലേക്ക് ധനം വന്നു കയറും. അത് ഒരു തൊഴിലിന്റെ രൂപത്തിലായിരിക്കാം, ബിസിനസിന്റെ രൂപത്തിലായിരിക്കാം, പെട്ടെന്നുള്ള ഭാഗ്യത്തിന്റെ കടാക്ഷം കൊണ്ടായിരിക്കാം. അതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ധനം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുക. അതുപോലെ നിങ്ങൾ ചോദിച്ച ഉടനെ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളായിട്ട് ലഭിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരുന്ന വഴികൾ നമുക്ക് തുറന്നു കിട്ടും. അപ്പോൾ ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തെ ദുഷ്ടശക്തികളിൽ നിന്ന്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ദുശക്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ദൃഷ്ടിയും കടാക്ഷവും വാസവും എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനും പ്രമോഷൻ ലഭിക്കാനും സാമ്പത്തികപരമായ ദോഷങ്ങൾ ഹനിക്കാനും ഈ ഒരു കർമ്മം സഹായകരമായി തീരുന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടി ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കർമ്മം നമ്മൾ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിൽ നമ്മളിത് ചെയ്തു. ഇത് എത്ര ദിവസം കഴിയുമ്പോൾ കർമ്മത്തിന് ഉപയോഗിച്ച കടുകും അതിലെ സാധനങ്ങളും നമ്മൾ മാറ്റണം? ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെ നമുക്ക് ഇത് അങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, 1 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒഴികെയുള്ള മറ്റേത് ദിവസവും നമുക്ക് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാം. ഈ ഒരു കിഴി തുറന്ന് അതിലെ കടുകും പച്ചക്കർപ്പൂരം അപ്പോഴേക്കും അന്തരീക്ഷത്തിൽ അത് ലയിച്ചു പോയിട്ടുണ്ടാകും. ഈ ഒരു കടുകിന് നിങ്ങൾക്ക് ജലാശയത്തിലോ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചെടികൾക്ക് വളമായിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു തുണിയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ കെട്ടിവെക്കുകയോ വൃക്ഷത്തിലെ ശിഖരം പോയ ആ ഒരു പോടിനുള്ളിലേക്ക് തിരികെ വെക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജലാശയത്തിൽ ഒഴുക്കാം. എന്ത് തന്നെയായിരുന്നാലും ആ ഒരു സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ്. പരമവിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്താൽ ഉറപ്പായ ഫലം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.